നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. നമ്മളെ ചാനൽ തന്നെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുത്ത് വരുന്നത്. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് ചാനൽ പോകുമ്പോൾ നമ്മളിപ്പോൾ വിഷുഫലത്തെക്കുറിച്ച് ആണ് നോക്കി വരണേ. 2026 വിഷുഫലം 1201 ആണ്ട് മേടമാസം തൊട്ട് മീനമാസം വരെ വരുന്ന ഒരു വർഷത്തെ ഫലം ഓരോ രാശിക്കാർക്കും എങ്ങനെ ഫലവത്തായി വരുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. പലരും നമ്മളുടെ മെയിലിലൂടെയും വാട്സപ്പിലൂടെയും നേരത്തെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓരോ ഗ്രഹ മാറ്റവും അഡ്വാൻസായിട്ട് അറിയിച്ചത് കൊണ്ട് പലരും തന്നെ നമുക്ക് മെയിലും മെസ്സേജും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഇതറിഞ്ഞത് കൊണ്ട് നമുക്ക് പല കാര്യങ്ങളിൽ നിന്ന് മാറ്റി വയ്ക്കാനും നേരത്തെ ചെയ്ത് തീർക്കാനും കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ തന്നെ 60,000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതായത് നമ്മളെ ചാനൽ ഫോളോ അപ്പ് ചെയ്യുന്നവരുണ്ട്. ഈ ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ നേരത്തെ തന്നെ അറിയിക്കുന്നത്. ഇന്ന് നമ്മൾ ഓരോ രാശിക്കാർക്ക് എങ്ങനെയാണ് വിഷുഫലം എന്ന് നോക്കി വരികയാണ്. മിഥുനം രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. മിഥുനം രാശിയിൽ ഉള്ള നക്ഷത്രങ്ങൾ മകയിര നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗവും തിരുവാതിര പൂർണ്ണമായിട്ടും പുണർത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയും ചേരുന്ന 2.25 നക്ഷത്രങ്ങളാണ് മിഥുന രാശിക്കാർക്ക്. മിഥുന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പുതുവർഷം, അതായത് ഈ വിഷുഫലം 2026 വിഷുഫലം നിങ്ങൾക്ക് വളരെ അനുകൂലപ്രദമാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടത്തിൻ്റെ വർഷം തന്നെയാണ്. സാമ്പത്തിക നേട്ടം വരും, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റും. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വിദ്യാഭ്യാസ പൂർത്തീകരണം ഉണ്ടാവും. അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനിടവരും, അംഗീകാരങ്ങൾ കിട്ടും. അതുപോലെ കലാകായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായി പ്രശസ്തിയും സാമ്പത്തിക നേട്ടവും വന്നു ചേരും. ഇപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കണ്ടകശനിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പുതുവർഷം സന്തോഷപ്രദം തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങണം. ഈ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ മേഖലയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് സമയം കളയാതെ നിങ്ങൾ മേടമാസം 1 തൊട്ട്, അതായത് 2026 ഏപ്രിൽ മാസം 14 തൊട്ട് ഒരു വർഷക്കാലം സമയത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. ഒരു ദിവസം പോലും കളയാനില്ല. നമുക്ക് ചിലപ്പോൾ ചില വർഷങ്ങളിൽ മാത്രമേ നല്ലതായി കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലത് കിട്ടുന്ന സമയത്തെ മാക്സിമം പ്രയോജനപ്പെടുത്തണം. അങ്ങനെ അനുകൂലപ്രദമായി വരുന്ന ഒരു വർഷക്കാലയളവാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റാളുകൾക്കും കൂടി ഷെയർ ചെയ്യുക. കാരണം നമ്മളെപ്പോലെ നിൽക്കുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് നല്ലത് വരാൻ പോണ വിവരം അവരും കൂടി അറിയിട്ട് അവരും രക്ഷപ്പെട്ട്, അപ്പോൾ അവർക്കും നമുക്ക് ഈ ചാനൽ ശരിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം ഇതുപോലെ ഓരോ വീഡിയോ നമ്മൾ ഇടുകയും മാത്രമല്ല, യൂട്യൂബ് ലൈവ് പ്രോഗ്രാം 1 മണിക്കൂറോളം ദൈർഘ്യമുള്ള ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനും സഹായിക്കും. അപ്പോൾ എല്ലാ മിഥുന രാശിക്കാർക്കും ഈ വർഷം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.